ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്ക്സ് ആണ്. വീട്ടിലിപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ജ്യൂസ് അടിക്കാൻ പറ്റുന്ന ഫ്രൂട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തേങ്ങയാണ് കേട്ടോ. അപ്പോൾ തേങ്ങ ഇല്ലാത്ത വീടുണ്ടാവില്ലല്ലോ. അപ്പോൾ തേങ്ങ വെച്ചിട്ടാണ് നമ്മുടെ ഈ ഡ്രിങ്ക്സ് ഉണ്ടാക്കുന്നത്. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ഇത് കുടിക്കുന്ന സമയത്ത് തേങ്ങ വെച്ചിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്ന പോലും ഇല്ല. അത്രയും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് ഞാൻ നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ടത് ചെറിയൊരു കഷ്ണം പച്ചമുളകാണ്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ചെറുനാരങ്ങയാണ്. അപ്പോൾ ഞാനിവിടെ 2 ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക. ആദ്യം തന്നെ ഒത്തിരി വെള്ളം ഒഴിക്കരുത്. പിന്നെ ഇത് അരയ്ക്കുന്നിടയിൽ വിട്ടുപോയതാണ്, ഇതിലേക്ക് 2 ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് അരിച്ചെടുക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഇതങ്ങനെ അരിച്ച് വെച്ചതാണ്. ഇതുപോലുള്ള ചെറിയ തരിപ്പ് വെച്ചിട്ട് വേണം ഇത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തേങ്ങയുടെ പൊടിയൊക്കെ ആ ജ്യൂസിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കണം എന്ന് പ്രത്യേകം പറയുന്നത്. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജ്യൂസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട്, എന്നാലോ കുടിക്കുന്ന സമയത്ത് ഇത് എന്ത് വെച്ചിട്ടുണ്ടാക്കിയാന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ പറ്റാത്ത അത്രയും നല്ലൊരു പുതിയൊരു ഫ്ലേവറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.